ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 റൂറൽ വൈബ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ലെസൺ ആയിട്ടുള്ള ദ ഫാർമർ എന്ന് പറയുന്ന പോമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വി all admire heroes. Who is your hero? Here is a poem celebrating the unsung heroes of the world. അപ്പോൾ എന്താണ് വി ഓൾ അഡ്മയർ ഹീറോസ്? നമ്മൾ എന്താണ് ഹീറോസിനൊക്കെ അഡ്മയർ ചെയ്യും. അഡ്മയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്താറുണ്ട് അല്ലേ? ഓക്കെ, ചെയ്യാറുണ്ട്. ഹൂ ഈസ് യുവർ ഹീറോ? ആരാണ് നമ്മുടെ ഹീറോ? ഓരോരുത്തർക്കും ഓരോ ഹീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ ഈസ് എ പോം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ നമ്മുടെ ലോകത്തിലെ അൺസങ് ഹീറോസ്, അതായത് പാടി പുകഴ്ത്താത്ത ഹീറോസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. ദ ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷി ചെയ്യുന്നവർ, കർഷകർ. Okay, the king may rule over land and sea, the lord may live right royally, the soldier ride in pomp and pride, the sailor roams over oceans wide, but this or that what or befall the farmer he must feed them all. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? The king may rule over land and sea. കിങ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്ത് ചെയ്യും? റൂൾ ചെയ്യും. എന്തൊക്കെയാണ് റൂൾ ചെയ്യുക? ലാൻഡും സീയും, അതായത് കടലിലും അതുപോലെ കരയിലും എല്ലാത്തിലും എന്താണ്? രാജാവ് ഭരിക്കും. അതുപോലെ തന്നെ ദ ലോർഡ് മേ ലിവ് റൈറ്റ് റോയലി. ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ എങ്ങനെയാണ്? രാജകീയമായിട്ട്. റോയലി പറഞ്ഞാൽ രാജകീയമായിട്ട് ജീവിക്കും. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്. അപ്പോൾ സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സോൾജിയേഴ്സ് പട്ടാളക്കാരാണ്. അപ്പോൾ പട്ടാളക്കാരെങ്ങനെയാണ്? റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്. പോംപിലും അതുപോലെ പ്രൈഡിലും. പോംപ് എന്ന് പറഞ്ഞാൽ ആഡംബരത്തിനാണ് പോംപ് എന്ന് പറയുക. അപ്പോൾ ആഡംബരത്തിലും അതുപോലെ തന്നെ അഭിമാനത്തോടും എന്താണ്? റൈഡ് ചെയ്യുകയാണ്, സവാരി ചെയ്യുകയാണ്. ദ സെയിലിയർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. അതുപോലെ സെയിലിയർ, അതായത് നാവികന്മാർ, കപ്പൽ ഓടിക്കുന്നവർ എന്താ ചെയ്യുന്നത്? റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. അപ്പോൾ ഓഷ്യനിലൂടെ, കടലിലൂടെ എന്താണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് ഓവർ ബിഫോൾ. അപ്പോൾ ഇത് എന്തെന്നെയാണെങ്കിലും, ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ്? ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഇവരെ ഒക്കെ ഫീഡ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ ഒക്കെ ഫീഡ് ചെയ്യുന്നത് ഫാമേഴ്സാണ്, കർഷകരാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. Second stanza. The writer thinks, the poet sings, the craftsman fashion wonders things, the doctor heals, the lawyer pleads, the miner follows the precious leads, but this or that whatever befall the farmer he must feed them all. Okay, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? The writer thinks, the poet sings. അപ്പോൾ റൈറ്റർ എന്ത് ചെയ്യും? റൈറ്റർ ഇങ്ങനെ തിങ്ക് ചെയ്യും. റൈറ്റർ എന്താ? എഴുതാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇങ്ങനെ ആലോചിക്കും. അതുപോലെ പോയിറ്റ് എന്താ ചെയ്യുക? പോയിറ്റ് എന്ന് പറഞ്ഞാൽ കവി എന്താ? പാട്ട് പാടും. ദ ക്രാഫ്റ്റ്സ്മാൻ ഫാഷൻ വണ്ടേഴ്സ് തിങ്സ്. അപ്പോൾ ക്രാഫ്റ്റ്മാൻ, അതായത് കരകൗശല വിദഗ്ധർ, ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഓരോ അത്ഭുതപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കും. ദ ഡോക്ടർ ഹീൽസ്, ദ ലോയർ പ്ലീഡ്സ്. അപ്പോൾ എന്താണ്? ഡോക്ടർ നമ്മളെ സുഖപ്പെടുത്തും, ഹീൽ ചെയ്യും. അതുപോലെ ലോയർ എന്ന് പറഞ്ഞാൽ ആരാ? വക്കീൽ എന്ത് ചെയ്യും? പ്ലീഡ് ചെയ്യും. വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കും. ദ മൈനർ
ഫോളോസ് ദ പ്രിഷ്യസ് ലീഡ്സ്. മൈനർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഖനിത്തൊഴിലാളികൾ ഉണ്ടാവില്ല മണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒക്കെ ജോലി ചെയ്യുന്ന ഖനിത്തൊഴിലാളിമാരനെയാണ് ഇവിടെ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർ പ്രഷ്യസ് ആയിട്ടുള്ളതിനെ തിരയും. അതായത് ഈ ഖനിത്തൊഴിലാളികൾക്ക് ഇങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കിട്ടില്ല, അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ അത് ലീഡ് ചെയ്തിട്ട് പോകും. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ. അപ്പോൾ എന്താണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഇവരെയൊക്കെ ഫീഡ് ചെയ്യുന്നത്, ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്, നമ്മുടെ ഫാർമറാണ്. ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. അപ്പോൾ ഇത്തരം ആര് തന്നെ ആയിക്കോട്ടെ, ആരെന്നെ ആയാലും അവരെയൊക്കെ ഫീഡ് ചെയ്യുന്നത്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഫാർമേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റാൻസ് നോക്കാം. ദ മെർച്ചന്റ് ഹി മേ ബൈ ആൻഡ് സെൽ, ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ, ബട്ട് men may toil through busy days, or men may stroll through pleasant ways. From king to beggar, whatever befall, the farmer he must feed them all. അപ്പോൾ എന്താ പറയുന്നത്, the merchant he may buy and sell. അപ്പോൾ കച്ചവടക്കാരൻ എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങും വിൽക്കും ഒക്കെ ചെയ്യും. the teacher does his duty well. അപ്പോൾ ടീച്ചർ എന്താണ്, ടീച്ചറുടെ ഡ്യൂട്ടിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്. മനുഷ്യന്മാരെന്താ ചെയ്യുക, ഈ ബിസി ഡേയ്സിൽ ടോയിൽ ചെയ്യും. ടോയിൽ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യും. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസന്റ് വേസ്. ചില മനുഷ്യരെന്ത് ചെയ്യും, സ്ട്രോൾ, അതായത് ഇങ്ങനെ മടി പിടിച്ചിട്ടിരിക്കില്ല, ജോലിക്കൊന്നും പോവാണ്ട് അവരിങ്ങനെ സന്തോഷമായിട്ട് അലസന്മാരായിട്ട് നടക്കും. ഫ്രം king to beggar, whatever befall, the farmer he must feed them all. അപ്പം അങ്ങനെ കിങ് മുതൽ ബെഗർ വരെ, അതായത് കിങ് എന്ന് പറഞ്ഞാൽ എന്താ, രാജാവ് മുതൽ ബെഗർ വരെ, ബെഗർ എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്നവർ വരെ എന്താണ്, ആരെന്നെ ആയാലും ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, ഇവരൊക്കെ ഫീഡ് ചെയ്യുന്നത് ആരാണ്, ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. അപ്പോൾ ഫാമറാണ് ഇവരിനൊക്കെ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ ഫാമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്, his partner with the sky and earth, his partner with the sun and rain, and no man loses for his gain, and men may rise or men may fall, but the farmer he must feed them all. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ദ ഫാമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഫാമേഴ്സിൻ്റെ ട്രേഡ്, അതായത് ഫാമേഴ്സിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ട്രേഡാണ്. ഹിസ് പാർട്ട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്. അപ്പോൾ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, സ്കൈയും അതുപോലെ എർത്തുമാണ്. സ്കൈ ആകാശം അതുപോലെ ഭൂമിയുമാണ്. ഹിസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. അതുപോലെ പാർട്ട്നേഴ്സ്, വേറെ രണ്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സണ്ണും റെയിനുമാണ്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. അപ്പോൾ ഈ ഫാമേഴ്സിൻ്റെ ഗെയിനിനായിട്ട് വേണ്ടിയിട്ട്, ഫാമേഴ്സിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് വേണ്ടിയിട്ട് എന്താണ്, ഒരാളും തന്നെ, ഒരു മനുഷ്യരും തന്നെ അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫോൾ. ഒന്നില്ലെങ്കിൽ മനുഷ്യരെന്താവും, ഉയരും, അതായത് ജയിക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഫെയിലാവും, ഫോളാവും. ഫോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് പരാജയപ്പെടും. ബട്ട് ദ ഫാമർ ഹിസ് ഫീഡ് ദം ഓൾ. അപ്പം എന്ത് തന്നെയാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും, ആര് തന്നെ ആയാലും അവരെയൊക്കെ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫാമേഴ്സാണ്. അപ്പം മെർച്ചൻ്റ് ആവാം, കിങ് ആവാം,
ടീച്ചറാവാം, അങ്ങനെ ആര് തന്നെ ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവരെയൊക്കെ ഫീഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരാണ്? ദ ഫാമർ. ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഫാർമറാണ് അവരെയൊക്കെ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫാർമറിനെ കുറിച്ച് പറയുന്ന ഒരു പോമാണ് ഇത്. അപ്പോൾ ഇനി ഈ പോമിൽ കുറച്ച് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.